പഠിക്കാനുള്ളതെല്ലാം സൂപ്പർ നോട്ട്സിലുണ്ട്. മക്കളെ, നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാം മേഖലയിൽ അതിപ്പോൾ RRB ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ PSC ആയിക്കോട്ടെ, കേരള PSC ആയിക്കോട്ടെ, ഏത് കോമ്പറ്റേറ്റീവ് എക്സാം മേഖലയിലാണെങ്കിലും നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള കൃത്യമായുള്ള മെറ്റീരിയൽ, അല്ലേ, ഏറ്റവും പ്രിസൈസ് ആയിട്ടുള്ള മെറ്റീരിയൽ, ഏറ്റവും മികച്ച മെറ്റീരിയൽസ് അത് തരിക എന്നുള്ളത് സൂപ്പർ നോട്ട്സിന്റെ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. അപ്പോൾ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് ബാച്ചിന്റെ സ്പെസിഫിക്കേഷൻ, സ്പെഷ്യാലിറ്റി ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മുടെ ബാച്ചിലേക്ക് വന്ന് പഠിക്കാനായിട്ട് കഴിയാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന നിരവധി മെറ്റീരിയലുകൾ നമ്മൾ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നിങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒന്നുകൂടി ഒന്ന് വ്യക്തമാക്കുകയാണ് എന്തൊക്കെയാണ് ആ മെറ്റീരിയൽസ്, നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ പഠനത്തെ കുറച്ചുകൂടി എളുപ്പമാക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ കുറച്ചുകൂടി പെർഫെക്റ്റ് ആക്കാൻ കഴിയുന്ന മെറ്റീരിയൽസ് കിട്ടുക, നമ്മുടെ സൂപ്പർ നോട്ട്സ് എങ്ങനെയാണ് നിങ്ങളെ അതിന് സഹായിക്കുക എന്നുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് ഒന്നുകൂടി എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു സെഷന്റെ ലക്ഷ്യം. എല്ലാവരെയും സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നേരെ നമ്മുടെ കണ്ടന്റിലേക്ക് പോകാം. അതായത് നമ്മുടെ യൂട്യൂബ് ചാനൽ, സൂപ്പർ നോട്ട്സിന്റെ യൂട്യൂബ് ചാനൽ ഏകദേശം 35,000-ഓളം ആളുകളുടെ ഒരു ബേസ് ഉള്ള സൂപ്പർ നോട്ട്സിന്റെ യൂട്യൂബ് ചാനലിൽ കൃത്യം രാവിലെ 5 മണിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സെഷൻ വരുന്നുണ്ട്, 5 AM ക്ലബ്. ഓൾറെഡി നിങ്ങളിൽ കുറേ അധികം ആളുകളും 5 AM ക്ലബ്ബ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. അതായത് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന, അതിപ്പോൾ ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, +2 ലെവൽ ആയിക്കോട്ടെ, നല്ല റേഞ്ചുള്ള ക്വസ്റ്റ്യൻസ് നിരവധിയായിട്ട് ഈ അടുത്ത കാലത്ത് വരുന്നുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അതിൻ്റെ SCERT ആയിക്കോട്ടെ, NCERT ആയിക്കോട്ടെ, അത് വന്ന വെബ്സൈറ്റുകളായിക്കോട്ടെ, സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകൾ, ഇപ്പോൾ പൊളിറ്റി ആണെങ്കിൽ നമ്മുടെ ലക്ഷ്മികാന്ത് പോലെയുള്ള സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് നിരന്തരം ചോദ്യങ്ങൾ PSC ചോദിക്കുന്നുണ്ട്. അപ്പം UPSC മോഡലുള്ള ചോദ്യങ്ങൾ PSC ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സാക്ട് സോഴ്സ് ഏതാണ് എന്ന് മനസ്സിലാക്കി ആ സോഴ്സ് നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കണക്റ്റഡ് ഫാക്റ്റുകൾ കൃത്യമായിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു സെഷൻ രാവിലെ 5 മണിക്ക് നിങ്ങളുടെ മുൻപിലേക്ക് എത്തുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർ അതിനുവേണ്ടി നന്നായിട്ട് എഫോർട്ട് ഇട്ട് നിങ്ങൾക്ക് അത് തരുന്നുണ്ട്. നിങ്ങളിൽ കുറേ അധികം ആളുകൾ അത് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. മക്കളേടാ, ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിലും കൃത്യമായിട്ട് അത് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങൾ രാവിലെ 5 മണിക്ക് കൃത്യമായിട്ട്, ഇനി പഠിക്കാനൊക്കെ ഒരുപാട് പേര് മടി പിടിച്ചൊക്കെ ഇരിക്കുന്ന ആ ആളുകൾക്ക് നന്നായിട്ട് അവരുടെ പഠനം ആരംഭിക്കാൻ, ഒരു ദിവസം ആരംഭിക്കുമ്പോൾ സൂപ്പർ നോട്ട്സിനോടൊപ്പം നമ്മുടെ 5 AM ക്ലബിനോടൊപ്പം ആരംഭിച്ച് അവസാനിപ്പിക്കുവാനായിട്ട് കഴിയുന്ന, അല്ലേ, അതിൻ്റെ ആ ഒരു ദിവസത്തിന്റെ എൻഡിലേക്ക് എത്തുമ്പോൾ കുറേ കാര്യങ്ങൾ ഉഷാറോടെ പഠിക്കാനായിട്ട് ഉള്ളൊരു തീക്ഷ്ണത രാവിലെ 5 മണിക്ക് നിങ്ങൾക്ക് കിട്ടുകയാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. അപ്പോൾ രാവിലെ 5 മണിക്ക് ആ ഒരു സെഷൻ ഉണ്ട്. ഓർക്ക് അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സുകളും 11 ക്ലാസ്സുകളാണ് ലാസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 11 ക്ലാസ്സുകളും 11 ദിവസത്തെ ക്ലാസ്സുകളും അതിൽ കൃത്യമായിട്ടുണ്ട്. നിങ്ങൾക്കത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ലാസ്റ്റ് ഇവിടെ കിടപ്പുണ്ട്, ഷഫീഖ് സാറിൻ്റെ ക്ലാസ്സാണ് വന്നത്, അല്ലേ, മനോഹരമായിട്ടുള്ള ക്ലാസ്സാണ്. ഷഫീഖ് സാറിൻ്റെ ക്ലാസ്സുകളായിക്കോട്ടെ, അതേപോലെ അമൽ സാറിൻ്റെ ക്ലാസ്സുകളായിക്കോട്ടെ, മറ്റ് കറണ്ട് അഫെയർ ആയിക്കോട്ടെ, അങ്ങനെ നിരന്തരമായിട്ട് ഇനി നിങ്ങൾക്ക് എന്ത് കിട്ടാൻ പോവാണ്, ക്ലാസ്സുകൾ കിട്ടാനായിട്ട് പോവുകയാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തുക. ആരെങ്കിലും നമ്മുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുന്നില്ല എങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തുകൊള്ളുക. മുന്നോട്ട് കുറേ അധികം കാര്യങ്ങൾ പ്ലാനിങ്ങിലാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ മുൻപിലേക്ക് കൃത്യമായിട്ട് എത്തുന്നതിന് വേണ്ടി എന്ത് ചെയ്തേക്കാം, ഇതൊന്ന് ഫോളോ ചെയ്ത് വെച്ചാൽ, അല്ലെ, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ കിട്ടുക തന്നെ ചെയ്യും. മറ്റൊരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ടെലഗ്രാം പ്ലാറ്റ്ഫോം. ഇപ്പോൾ വളരെ ആക്റ്റീവായിട്ട് ടെലഗ്രാം പ്ലാറ്റ്ഫോം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സൂപ്പർ നോട്ട്സ് ബൈ സിവിലിയൻസ് എന്നുള്ളതാണ് ടെലഗ്രാം ചാനലിൻ്റെ പേര്. ഈ ഒരു ചാനലിൽ കൃത്യം വൈകുന്നേരം 7 മണിക്ക് നമ്മുടെ ഭഗീരഥി മിസ്സിൻ്റെ നേതൃത്വത്തിൽ ഒരു സെഷൻ നടക്കുന്നുണ്ട്. ഏതാണ്ട് 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു അടിപൊളി സെഷൻ, അല്ലേ. അതിൽ വന്ന് പങ്കെടുക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, എത്ര മനോഹരമായിട്ടാണ് മിസ് അതിൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അതായത് SCERTയുടെ മാറിയ ടെക്സ്റ്റ് ബുക്കുകൾ, അതായത് 5, 7, 9 ഒക്കെ ടെക്സ്റ്റ് ബുക്കുകൾ മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൽ 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കുകളാണ് ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്കുകൾ ഓരോ ചാപ്റ്ററുകളായിട്ട് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എക്സ്പ്ലെയിൻ ചെയ്ത് പഠിപ്പിക്കുക മാത്രമല്ല, ആ SCERTയുടെ PDF നിങ്ങൾക്ക് അവിടെ കിട്ടും. ദെൻ ആ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ക്ലാസ്സിൻ്റെ നോട്ടും കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും മക്കളെ, ആ ഒരു ടെലഗ്രാം ചാനലിൽ തന്നെ കിട്ടും. ഇവിടെ കിടപ്പുണ്ട്. നമ്മുടെ ടെലഗ്രാം ചാനലിൽ അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ്ട് ഇവിടെ ഇങ്ങനെ ടെലഗ്രാം സൂപ്പർ നോട്ട്സ് ഫ്രീ ക്ലാസ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് പിൻഡ് കമൻറ്റിൽ പോയി കഴിഞ്ഞാൽ ആ പ്ലേലിസ്റ്റ് കാണാൻ പറ്റും. അതിൽ ക്ലാസ് 1 ഭരണഘടന വഴിയും വഴികാട്ടിയും, അതിൻ്റെ നോട്ട്, അതിൻ്റെ ക്ലാസ്സിൻ്റെ ലിങ്ക് കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ട്. അതേപോലെ 2ാമത്തെ ക്ലാസ് എന്തായിരുന്നു, 7ാം ക്ലാസ്സിലെ അനീതിയിൽ നിന്ന് നീതിയിലേക്ക്, ആ ക്ലാസ്സിൻ്റെ നോട്ട് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. ദെൻ അടുത്ത് നോക്കിയാൽ നമ്മുടെ ഭൂമി പാർട്ട് 1, നമ്മുടെ ഭൂമി പാർട്ട് 2, അതിൻ്റെ ക്ലാസ്സിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ദെൻ അതിന് താഴെ തന്നെ നോട്ടിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ദെൻ ഇന്ത്യൻ ഉപഭൂഖണ്ഡം,
മാനദണ്ഡം അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മനോഹരമായിട്ട് ഈ ക്ലാസ്സും നിങ്ങൾക്ക് കിട്ടും, അതിന് നോട്ടും നിങ്ങൾക്ക് ടെലഗ്രാമിൽ സൗജന്യമായിട്ട് തന്നെ ലഭ്യമാക്കുകയാണ് സൂപ്പർ നോട്ട്സിലൂടെ. അപ്പോൾ അത് കൃത്യമായിട്ട് ഇതുവരെയുള്ളത് കാണുക. ഇനി കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഇതുവരെയുള്ളത് കാണുക. ഇനിയുമുള്ളത് എന്ത് ചെയ്തേക്കുക, നിങ്ങൾ കൃത്യമായിട്ട് വൈകിട്ട് 7 മണിക്ക് വന്നു കഴിഞ്ഞാൽ ആ സെഷനിൽ നിന്ന് കിട്ടും. അപ്പോൾ തുടങ്ങുന്നതും മുന്നോട്ട് നിങ്ങളുടെ പഠനത്തെ എത്തിക്കുന്നതും എല്ലാം അപ്പോഴൊക്കെ സൂപ്പർ നോട്ട്സ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. അപ്പം സൂപ്പർ നോട്ട്സ് ബൈ സിവിലിയൻസ് എന്ന് പറയുന്ന ടെലഗ്രാം ചാനൽ എന്ത് ചെയ്തേക്കാം, ഒന്ന് ഫോളോ ചെയ്തേക്കാം. അതിൻ്റെ QR കോഡ് നമുക്കിവിടെ കൊടുത്തിരിക്കാം. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്തേക്കാം, നമ്മുടെ സൂപ്പർ നോട്ട്സിൻ്റെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക. അതിൻ്റെ ലിങ്ക് കൂടി ഇവിടെയുണ്ട്, ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപയോഗിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി അതേപോലെ തന്നെ ഒരു സ്റ്റഡി പ്ലാൻ ഇപ്പോൾ പോകുന്നുണ്ട്, അതുകൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരണം. അതായത് നമ്മുടെ 10th പ്രിലിമിനറി എക്സാം വരികയാണ്. സെക്രട്ടേറിയറ്റ് OA ഉൾപ്പെടെയുള്ള നിരവധി എക്സാമുകൾ അടങ്ങുന്ന 10th പ്രിലിമിനറി എക്സാം ഡിസംബർ മാസം 28-ാം തീയതി ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ എക്സാമിൻ്റെ മുന്നോടിയായി നമ്മൾ 15 ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ PDF-കൾ ടെലഗ്രാമിൽ ഇപ്പോഴേ കൃത്യമായിട്ട് ഇട്ട് തരുന്നുണ്ട്. ഒരു ദിവസം 3 ടോപ്പിക് എന്ന ക്രമത്തിൽ 15 ദിവസം കൊണ്ട് 45 ടോപ്പിക്കുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ട് 8ാം ദിവസമാണ് ഇന്നത്തെ 8ാം ദിവസത്തെ ടോപ്പിക്ക് കൃത്യമായിട്ട് അവിടെ വന്നിട്ടുണ്ട്. ഈ 8ാം ദിവസത്തെ ടോപ്പിക്കിനകത്തിൽ എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്, ഏതൊക്കെ ടോപ്പിക്കുകൾ നിങ്ങൾ കൃത്യമായിട്ട് ഡീൽ ചെയ്യണം, അതായത് മസ്റ്റ് സ്റ്റഡി. ബാക്കിയൊക്കെ നിങ്ങൾ പഠിച്ചോ, അതിൻ്റെ കൂട്ടത്തിൽ തീർച്ചയായും പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കുകളാണ് നമ്മൾ സെലക്ട് ചെയ്ത് തരുന്നത്. അതിൽ കറണ്ട് അഫെയർസ് ഉണ്ടാവും, അതിൽ മറ്റ് എക്സ്ട്രാ ടോപ്പിക്കുകൾ ഉണ്ടാവും, എല്ലാ തരത്തിലുള്ള ടോപ്പിക്കുകളും മാത്സിൻ്റെ ഇക്വേഷൻസ് ഉൾപ്പെടെ അതിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ 8 ദിവസങ്ങളായി. അപ്പോൾ 8 × 3 എത്രയായിട്ടുണ്ട്? 24 ടോപ്പിക്കുകൾ ഓൾറെഡി ആയി. ഇനി ബാക്കിയുള്ള ടോപ്പിക്കുകളും ഓരോ ദിവസവും നിങ്ങൾക്ക് ഒരു 10 മണി 11 മണി സമയത്തോടു കൂടി കിട്ടും. അപ്പോൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ എന്ത് ചെയ്തേക്കുക, കയറി ഡൗൺലോഡ് ചെയ്യുക, പഠിക്കുക. ഓക്കെ. അതേപോലെ തന്നെ മക്കളെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്, ഇതിൻ്റെയും പ്ലേലിസ്റ്റ് നമ്മുടെ പിൻഡ് കമൻറ്റിൽ ഉണ്ടാവും. അവിടെ കയറിയാൽ ആ പ്ലേലിസ്റ്റിൽ നിന്ന് അതുകൂടി നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ഡേ 1 ഏതാണ്ട് 4000-ത്തിലധികം കുട്ടികൾ ഓൾറെഡി ഇത് ഡൗൺലോഡ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞു, ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇത്രയും കുട്ടികൾ ഓൾറെഡി ഉപയോഗപ്പെടുത്തിയൊരു കാര്യമാണ്. നിങ്ങൾ എന്ത് ചെയ്തേക്കുക, അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഉപയോഗം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ദെൻ നമ്മുടെ ഒരു ടെലഗ്രാം ചാനലിലെ മോളിൽ കണ്ടോ ക്ലാസ് കിടക്കുന്നുണ്ടോ, 7ാം ക്ലാസ്സിലെ ഭക്ഷ്യ ഉൽപ്പാദനം മുതൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ്, ഇന്ന് വൈകിട്ടത്തെ ക്ലാസ്. ഇന്ന് വൈകിട്ട് കൃത്യം 7 മണിക്കാണ് ക്ലാസ്. അത് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് കഴിയും. ഇനി ഇതിൻ്റെ ഒരു ചാറ്റ് ഗ്രൂപ്പ് ഉണ്ട്, അവിടെ പോയി നിങ്ങൾക്ക് ലൈവായിട്ട് ആ ക്ലാസ് നടക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഡൗട്ടുകൾ ചോദിക്കാനായിട്ട് അവസരമുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ആ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ സംശയങ്ങളൊക്കെ അറിയിക്കാനായിട്ടുള്ള അവസരം എവിടെയുമുണ്ട്, അവിടെയുമുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഓക്കെയാണ്. ദെൻ അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് സൂപ്പർ നോട്ട്സ് ബൈ സിവിലിയൻസ് എന്ന പേരിൽ ഇൻസ്റ്റാഗ്രാമിൽ നമുക്കൊരു പേജുണ്ട്. ആ ഇൻസ്റ്റാഗ്രാം ചാനലിന് അതിലും കൃത്യമായിട്ട് നമ്മൾ നമ്മുടെ അപ്ഡേറ്റുകൾ തരുന്നുണ്ട്, നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താം. അവിടെയുള്ളൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് അറിയാമോ? അതായത് നമ്മുടെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പോളുകൾ കൃത്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ പോളുകൾ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. കണ്ടോ, പ്ലാസ്മയിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ, ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജിൻ ഇവയെല്ലാം അങ്ങനെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് കുറച്ചുകൂടി നോളജ് അക്വയർ ചെയ്യാനായിട്ട് പറ്റും. ഇനി മെസ്സിയാലിറ്റി കണ്ടന്റുകൾ നമ്മൾ ക്ലാസ്സുകൾ തരുമ്പോൾ അതിൻ്റെ പോളുകൾ കൂടി എവിടെ വരും, നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനലിൽ കൃത്യമായിട്ട് ആ പോളുകൾ കൂടി വരും. അപ്പോൾ ഒരു ക്വിക്ക് റിവിഷൻ നിങ്ങൾക്ക് അവിടെയും നടത്താനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ സമഗ്രമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ പഠിക്കാനായിട്ടുള്ളൊരു സാഹചര്യവും സൂപ്പർ നോട്ട്സ് ഒരുക്കുകയാണ്. അതേപോലെ നമ്മുടെ ആപ്പിലേക്ക് എത്തിയാലോ, ഇതാണ് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ആ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ 3 വര കാണാം. ആ 3 വരയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഫ്രീ മെറ്റീരിയൽസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഈ ഫ്രീ മെറ്റീരിയൽസ് എന്ന് പറയുന്ന ഭാഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നേരെ നമ്മുടെ ഫ്രീ മെറ്റീരിയൽസിലേക്ക് പോവുകയാണ്. ഇവിടെ ഒരു വലിയ സോഴ്സ് നിങ്ങൾക്ക് ഫ്രീ മെറ്റീരിയൽസ് ആയിട്ട് പഠിക്കാൻ വേണ്ടി സൂപ്പർ നോട്ട്സ് തന്നിട്ടുണ്ട്. നോക്കിക്കടാ, അതായത് നമ്മുടെ NDPC, RRB, NDPCക്ക് നമുക്കറിയാം പ്രത്യേകിച്ച് സിലബസ് ഒന്നും തരത്തില്ല അല്ലേ, NDPC നേരിട്ട്. അതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സിലബസ് നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ ഭാഗങ്ങൾ, ഏതൊക്കെ ടോപ്പിക്കുകളാണ് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ളത് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് സിലബസ് അതിൽ കിടപ്പുണ്ട്. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാം. ദെൻ NCERTയുടെ ടെക്സ്റ്റ് ബുക്കുകൾ കൃത്യമായിട്ട് NCERT ടെക്സ്റ്റ് ബുക്കുകളെല്ലാം 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്ത് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ, വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റുന്ന രീതിയിലാക്കി ഇട്ടിട്ടുണ്ട്. ദെൻ
നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കുകൾ, അത് ന്യൂ ടെക്സ്റ്റ് ബുക്കുകളുമുണ്ട്, ഓൾഡ് ടെക്സ്റ്റ് ബുക്കുകളുമുണ്ട്, മാറിയതുമുണ്ട്, പഴയതും പുതിയതും എല്ലാം SCERT ടെക്സ്റ്റ് ബുക്കുകൾ അവിടെയുണ്ട്. 10th പ്രിലിമിനറിക്ക് വേണ്ടിയിട്ട് 2 പാർട്ട് ഹോട്ട് ടോപ്പിക്സ് ഇട്ടിട്ടുണ്ട്. അത് ഏകദേശം 400+ പേജസ് ഉണ്ട്. ഏകദേശം 80ലധികം ടോപ്പിക്കുകൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരടിപൊളി എന്താണ് ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് അവിടെ കിട്ടുകയാണ്. സെക്രട്ടേറിയറ്റ് OA ഉൾപ്പെടെയുള്ള പരീക്ഷകളൊക്കെ ആരംഭിക്കുന്നത് 28-ാം തീയതിയാണ്. 28-ാം തീയതി ഒരു ലോങ് മാരത്തണുമായിട്ട് സൂപ്പർ നോട്ട്സ് നിങ്ങളുടെ മുൻപിലേക്ക് എത്തുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ടാണ് നിങ്ങൾക്ക് ഇത് തന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ സൂപ്പർ നോട്ട്സിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും, ഈ പറയുന്ന 10th പ്രിലിമിനറിക്ക് ആവശ്യമായുള്ള 2 പാർട്ട് PDF അവിടെ കിടപ്പുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാം. ഒരുപാട് എഫോർട്ട് ഇട്ട് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയതാണ്. അതേപോലെ തന്നെ നമ്മുടെ മാരത്തൺ വരികയാണ്. നമ്മുടെ ഡിസംബർ മാസം 26-ാം തീയതി രാവിലെ 4 മണി മുതൽ രാത്രി 12 മണി വരെ 20 മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന നമ്മുടെ സിലബസ് മുഴുവനും കവർ ചെയ്യുന്ന രീതിയിൽ ഒരു അടിപൊളി മാരത്തൺ എന്ന് വരുന്നുണ്ട് മക്കളെ. 26-ാം തീയതി വരുന്നുണ്ട്. 28-ാം തീയതി എക്സാം ആയിക്കോട്ടെ, മുന്നോട്ടുള്ള എക്സാമുകളെല്ലാം അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കിടുക്കൻ റിവിഷൻ ആയിരിക്കും ആ മാരത്തണിലൂടെ കിട്ടാൻ പോകുന്നത്. അതുകൂടി നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി അതേപോലെ തന്നെ 39 ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, അതായത് ഡിഗ്രി ലെവലിൽ 2021 മുതൽ 24 വരെ ലാസ്റ്റ് നടത്തിയിട്ടുള്ള പഞ്ചായത്ത് സെക്രട്ടറി എക്സാം വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ, ഏകദേശം 39ഓളം ക്വസ്റ്റ്യൻ പേപ്പറുകളും അതിൻ്റെ ഫൈനൽ ആൻസർ കീയും, ഇനി പ്രൊവിഷണൽ മാത്രം വന്നിട്ടുള്ളതിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീയും ഉൾപ്പെടെ നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാൻ പാകത്തിന് ഓരോ ക്വസ്റ്റ്യനുകളും അതിൻ്റെ എക്സാം കോഡ് എന്താണ്, അതിൻ്റെ ഡേറ്റ് എന്താണ്, അത് ഏത് എക്സാം ആണ് എന്നതിൻ്റെ വിവരങ്ങളെല്ലാം ഉൾപ്പെടുത്തി PDF-കൾ എവിടെയുണ്ട്, നമ്മുടെ ആപ്പിൽ കിടപ്പുണ്ട്. അപ്പോൾ ആപ്പിലെ ഫ്രീ മെറ്റീരിയൽ കയറി ഈ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്താൽ 39 എണ്ണം ഇങ്ങനെ താഴോട്ട് കിടക്കുക. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. നമുക്കറിയാം ഒരു എക്സാമിനെ ക്രാക്ക് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഏറ്റവും നല്ല മാർഗ്ഗമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ. അപ്പോൾ ഒരു അനാലിസിസ് നടത്താൻ നിങ്ങൾക്ക് അവിടെ പറ്റും. അപ്പോൾ അതിനൊരു വഴി കൂടി നമ്മൾ ഒരുക്കി തരികയാണ്. സെക്രട്ടറി അസിസ്റ്റന്റ് ആയിക്കോട്ടെ, നമ്മുടെ SI ആയിക്കോട്ടെ, എക്സാമുകളൊക്കെ വരിക. അപ്പോൾ അതിന് നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്താനായിട്ട് കഴിയും. അപ്പോൾ അവിടെയും നിങ്ങൾക്കൊരു സോഴ്സ് കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ഇവിടെ ഒരുക്കി തന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം മക്കളെ, പ്രയോജനപ്പെടുത്തുക തന്നെ വേണം.